ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന കിഴി പെറോട്ട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് പാലും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോവാതെ നോക്കുക. വെള്ളം കൂടിപ്പോയാൽ കുറച്ച് മൈദയും കൂടി ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. കഴിയുന്നതും വെള്ളം കൂടിപ്പോവാതെ തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ സൺഫ്ലവർ ഓയിൽ എണ്ണ മതിയാകും. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി നന്നായിട്ട് പരുപ്പെടുത്തി എടുത്തതിന് ശേഷം കുറച്ച് ബോൾസാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബോൾ വച്ചിട്ട് നമുക്ക് മാക്സിമം തിന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിന് മുന്നേ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ ബോൾസ്. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കാൻ നോക്കാം. ഷേപ്പ് അങ്ങനെയൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മാക്സിമം നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഞൊറിയെടുക്കുന്ന രീതിയിലൊന്ന് മടക്കി എടുത്ത് കൊടുക്കാം. അതല്ല ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാ പെറോട്ട ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഒരു പാന് ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ ഈ പെറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അതിന് മുകളിലേക്ക് പാം ഓയിൽ ഒഴിക്കാം എന്നുള്ളവർക്ക് പാം ഓയിൽ ഒഴിക്കാവുന്നതാണ്. നമ്മൾ സാധാ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് 2 സൈഡിലും നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് എല്ലാം നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 2 സൈഡിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ 1 കപ്പ് ചിക്കനും അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയ സോസും പിന്നെ 1 ടീസ്പൂണോളം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ചിക്കനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം എന്നില്ല. അഥവാ വെക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഈ പെറോട്ട ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ആദ്യമേ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ മതിയാകും. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് വരുന്ന രീതിയിലൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗ്രാമ്പുവും പട്ടയും 2-3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന 1 കപ്പ് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ മിക്സ്ചർ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് നോർമൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും. നോർമൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ലിഡ് വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വാഴയില എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് വാട്ടിയെടുക്കാവുന്നതാണ്.
നമ്മുടെ വാഴയില മുകളിലായിട്ട് ഒരു പെറോട്ട വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ കറിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലെ ഭാഗത്തായിട്ട് 1 ടേബിൾ സ്പൂൺ സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫുള്ള് സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മുടെ ഈ കറിവേപ്പിലയും എല്ലാം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പെറോട്ടയും കൂടെ വച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. 2 ലെയറായിട്ട് ചെയ്യാമെന്നുള്ളവർക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ കറിയും ഒരു പെറോട്ടയും കൂടെ വച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു ടോയിനോ ഒരു നൂലോ കൊണ്ട് നമ്മുടെ ഈ വാഴയില കെട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റോളം സ്റ്റീമറിൽ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കിഴി പെറോട്ട തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായിട്ട് നല്ല കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കിഴി പെറോട്ട. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.